സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് സ്റ്റേഷനാണ്, ഫസ്റ്റ് സ്റ്റോപ്പ്. ഹേ ഗായ്സ്, അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ഫ്രഞ്ച് കോളനികളുടെ അടിസ്ഥാനമായ പുതുച്ചേരിയിലോട്ടാണ്. അപ്പോൾ ഞാനും നമ്മുടെ ബ്രദറും ഉണ്ട്. ഹായ്. ഹലോ, ഹായ്. അപ്പോൾ ഗൈസ്, നമ്മൾ രണ്ടും കൂടിയാണ് ഇന്ന് പുതുച്ചേരിയിലോട്ട് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തൊരു യാത്രയാണ്. നമ്മൾ പോകുന്നത് പുതുച്ചേരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലോട്ടാണ്. അപ്പം നാഗർകോവിലിൽ നിന്നാണ് അത് സ്റ്റാർട്ട്. കന്യാകുമാരിയിൽ നിന്ന് പുതുച്ചേരി പോകുന്നതാണ്. അപ്പം വീക്കിലി ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മുടെ വീക്കിലി ഒരു ട്രെയിൻ മാത്രമേ പെട്ടെന്നുള്ള പ്ലാൻ ആയിട്ട് സീറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ 2 ദിവസം മുന്നേയൊക്കെ എന്നാലും സീറ്റ് ഫില്ലാണ്, 2 ദിവസം മുന്നേ കിട്ടുമല്ലോ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്തായാലും സ്ലീപ്പറിലാണ് എടുത്തിട്ട്. ഒരാൾക്ക് എത്രയാണ്? സ്ലീപ്പറിൽ നമ്മൾ ജനറൽ. ഒരാൾക്ക് രണ്ടാം കൂടെ 500 സംതിങ്. 2 പേർക്ക് 500 സംതിങ്. എനിക്കൊന്ന് 230 സംതിങ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതുച്ചേരിയിൽ പോകുന്ന വഴികളും പുതുച്ചേരിയുടെ ഒരു പുതിയ സീരീസ് തന്നെ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും വൺസ് മോർ വെൽക്കം ടു ഫസ്റ്റ് ഇറ്റ് വ്ലോഗ്സ്. രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. നമ്മുടെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതുച്ചേരി എക്സ്പ്രസ്സിലോട്ട് പോകാനായിട്ട് നമ്മളിപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പം സ്ലീപ്പറിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ഇതാണ്. നമ്മുടെ ട്രെയിൻ വരികയാണ്, മധുരൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. നമ്മളിന്ന് പുതുച്ചേരി പോയി നമ്മളിന്ന് പൊളിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും. വേറെ ഒന്നുമില്ല, ഒറ്റ ചാട്ടം ചാടിക്കയറുന്നു, സീറ്റ് ബുക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഭയങ്കര തിരക്കല്ലേ, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. ആ, വീക്കിൽ അതാണ്, മൺഡേ മാത്രം. ആ, മറ്റേ അന്ത്യോദയ അല്ലേ? താമ്പരം അന്ത്യോദയ എക്സ്പ്രസ് ആണ്. താമ്പരം അന്ത്യോദയ. അതായത് അതിൽ പോകണമെങ്കിൽ വിളിപ്പുറം പോയിട്ട് വിളിപ്പുറം പോയിറങ്ങി അവിടെ നിന്ന് മെമോ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അതും കൊള്ളാമല്ലേ? പക്ഷെ നമുക്ക് മാറി കയറണം, അതാണ് ഒരു അല്ലേ. എന്നാലും കുഴപ്പമില്ല, സീറ്റ് അത്യാവശ്യമുണ്ട്. നമ്മൾ പിന്നെ 2 പേര് ഇരിക്കാൻ വേണ്ടിയുള്ള സീറ്റിന് വേണ്ടിയാണ് അടി വെച്ച് ഇവിടെ കയറിയിരുന്നത്. സീറ്റുണ്ട്, പിന്നെ അങ്ങോട്ട് സീറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. എന്തായാലും നമുക്ക് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഫവാസ് പറഞ്ഞു തരും എങ്ങനെ നമുക്ക് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാം. അത് ശരിയാണ്. ഇപ്പം നമ്മൾ ഫുള്ള് ബഡ്ജറ്റ്ലി ട്രിപ്പാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. കാരണം നമ്മൾ 1 ദിവസം 2 ദിവസത്തിനുള്ളിലാണ് പ്ലാൻ ചെയ്തത് പോണ്ടിച്ചേരി പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബഡ്ജറ്റിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വേണ്ട, നമുക്ക് നല്ല വ്യൂ ഒക്കെ കണ്ടു പോവാം. ഒരു അടിപൊളി കോച്ച് പോന്തോറും തിരക്കാവും അല്ലേ? കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഫസ്റ്റ് സ്റ്റേഷനാണ്, ഫസ്റ്റ് സ്റ്റോപ്പ്. ഓ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ വള്ളിയൂരിൽ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി. എന്തെന്നറിയത്തില്ല, വള്ളിയൂരാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് എടുത്തിട്ട് നാഗർകോവിലിൽ നിന്ന് എടുത്ത് വള്ളിയൂർ ഫസ്റ്റ് സ്റ്റോപ്പാണ്. നമ്മൾ കയറിയതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. എന്താണെന്നറിയത്തില്ല, റെഡ് സിഗ്നലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു അടിപൊളി വ്യൂ ആണ്. നല്ല മലയും ഒക്കെയാണ് ഇവിടെ. ഇത് എന്താണ് പിടിച്ചിട്ടിരിക്കണമെന്ന് വല്ല അറിയാമോ? ഇത് വേറെ കാര്യം, ഇത് ഹൈഡൻ ട്രെയിനാണ്. അതെന്ത്? നമ്മളെ അങ്ങോട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്കിപ്പോൾ പോണ്ടിച്ചേരി പോകണമെങ്കിൽ ബെസ്റ്റ് ട്രെയിൻ ഇതാണ്. തന്നെ. അപ്പോൾ നമുക്ക് മറ്റേ താമ്പരം മറ്റേതോ അതിങ്ങനെ മാറി കയറണ്ടേ? നല്ല ഓപ്ഷനാണ്. പക്ഷെ അതിലുപരി അത് ഫുള്ള് ജനറലാണല്ലേ നമുക്ക്? ഫുള്ള് ജനറലാണ്. അതിൽ പോവുകയാണെങ്കിൽ അതൊരു 4 മണി എങ്ങാണ്ട് വിളിപ്പുറത്ത് നിന്ന് അടുത്ത മെട്രോ അല്ലേ മെമു എടുത്തിട്ട്. ഓ, അങ്ങനെ. അതിനെക്കാട്ടിൽ ഇത് ഡയറക്റ്റ് നമുക്ക് പോണ്ടിച്ചേരി പോകും. നമുക്ക് മോർണിംഗ് പോകണമെങ്കിൽ നമ്മൾ വന്നത് എങ്ങനെയാണ്? ഐലൻഡ് എക്സ്പ്രസ്സിൽ നാഗർകോവിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പോണ്ടിച്ചേരി പോകാൻ ആഗ്രഹമുള്ളത്. നല്ല സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം. നമ്മൾ നാഗർകോവിലിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ച് ബിസ്ക്കറ്റ്, വെള്ളം. കാരണം നമുക്ക് നമ്മൾ വന്ന വണ്ടി പിടിച്ചിട്ടിരുന്നു ലേറ്റായി. സംഭവം ഏകദേശം ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ നാഗർകോവിൽ.
അപ്പോൾ നമ്മളിങ്ങനെ സാത്തൂർ എന്ന റെയിൽവേ സ്റ്റേഷൻ എത്തി. ബാ സാത്തൂർ എത്തി. അപ്പം ഇവിടെ പോകണം. ഇനി അടുത്ത ബിരുദനഗറാണ്. അപ്പം സമയം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞ് 5:10 അടുപ്പിച്ച് ആളായി. അപ്പം ഇനി അങ്ങോട്ട് പോണ്ടിച്ചേരി വരെ നാളെ രാവിലെ 3 മണിക്ക് പോണ്ടിച്ചേരി എത്തത്തുള്ളൂ, മനസ്സിലായില്ല. അപ്പം അതുവരെ പോകണം. പിന്നെ കാർമേഘം ഉണ്ട്, ഒടുക്കത്തെ കാർമേഘം. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ തൂത്തുകളൊക്കെ ഉണ്ട്. മഴയെ വലിയ സീനൊന്നും ഇല്ല. അപ്പം സാത്തൂർ അപ്പം എന്തായാലും അങ്ങോട്ടുള്ള വിശേഷങ്ങളും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള അറിയാം. അപ്പോൾ നമ്മൾ നീണ്ട ഒരു 12 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പുതുച്ചേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂണിയൻ ടെറിട്ടറിയാണ്. എങ്ങനെയുണ്ടോ എല്ലാം പറയാനുണ്ട് നമ്മൾ പോണ്ടിച്ചേരി ഇപ്പോൾ എത്തിയ സ്ഥിതിക്ക്? ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഇപ്പോൾ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. റൂമിൽ പോകാൻ നടന്ന് ഉറങ്ങുക. എന്നിട്ട് രാവിലെ ഫുൾ എക്സ്പ്ലോറിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോകുമ്പോൾ സമയം ഏകദേശം ഒരു 3:30-4 മണി. പിന്നെ ട്രെയിനിൽ മാക്സിമം ഉറങ്ങാൻ പറ്റി നമുക്ക്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി എന്തായാലും ഊബറോ ഓട്ടോ എല്ലാം പിടിച്ച് നേരെ റൂമിലോട്ട് പോകണം. അപ്പോൾ വരും. വൈസ് ഇവരൊക്കെ നമ്മുടെ ട്രെയിനിൽ വന്നിറങ്ങിയവരാണ്. വന്നിറങ്ങിയിട്ട് തിരക്കണ്ട വൈസ്. രാവിലെ ഒരു 4 മണിയായപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇവിടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഇവരിപ്പോൾ ഭയങ്കര ഇപ്പോൾ കത്തി റേറ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ അടുത്ത് വാങ്ങുന്നത്. നോക്കാം. നമ്മൾ നടന്നു വരുന്ന വഴികൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും. ചെറുതല്ല, അത്യാവശ്യം ഒരു വലിയൊരു ക്ഷേത്രമാണ്. അങ്ങനെ കഴിച്ച് നമ്മളിവിടെ റൂമിൽ വന്ന് റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. റൂമിലോട്ട് പോകണം. കഴിച്ച് നമ്മളങ്ങനെ റൂമിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2nd ഫ്ലോറാണ്. ഓക്കെ. നമുക്ക് 2 ദിവസം പോണ്ടിച്ചേരി നിൽക്കാനുള്ള റൂമാണിത്. ഒരു ബെഡ് ഇവിടെ ഉണ്ട്, പിന്നെ TV, പിന്നെ ഒരു മിററും ചെറിയ ടേബിളും. പിന്നെ അടുത്ത് നമ്മൾ ബാത്റൂമിലോട്ട് പോകാം. ബാത്റൂം ഉണ്ടോ, അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു സീരീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൂമിലെത്തി. അപ്പം നാളെ വെച്ചാൽ ഇന്ന് മോർണിംഗ് നമ്മൾ പോണ്ടിച്ചേരി ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പം നാളത്തെ ഒരു സീരീസ്, അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ പോണ്ടിച്ചേരിയിൽ ഫുൾ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ അടുത്തൊരു സീരീസ് കാണുന്നത് വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ദിസ് ഈസ് ഫാസ്റ്റ് ടെക് വ്ലോഗ്സ്. ബൈ.